ടാങ്കുകൾ, സൈനികർ, ഡ്രോണുകൾ. യുഎസ് തെക്കൻ അതിർത്തി സൈനിക കോട്ടയാകുന്നു. മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അമേരിക്കയുടെ തെക്കൻ അതിർത്തിയെ ഒരു സൈനിക കോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വളരെ കൃത്യവും അസാധാരണവുമായ ഈ നീക്കത്തിലൂടെ യുഎസ് തങ്ങളുടെ ദക്ഷിണ അതിർത്തിയെ സൈനികവൽക്കരിച്ച മേഖലയാക്കി മാറ്റുകയാണ്. 10,000-ലധികം പോർമുഖങ്ങളിൽ പരിചയിച്ച സൈനികർ, ഇതിൽ 7,000 മറൈൻസ് ഉൾപ്പെടെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധം ചെയ്തവർ ഇപ്പോൾ അമേരിക്കൻ മണ്ണിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു ശക്തി പ്രകടനം മാത്രമല്ല, പൂർണ്ണ തോതിലുള്ള ഒരു സൈനിക ഓപ്പറേഷനാണ്. വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. മരുഭൂമിയിലൂടെ അലറുന്ന സ്ട്രൈക്കർ കവചിത വാഹനങ്ങൾ, അടിസ്ഥാനപരമായി മിനി ടാങ്കുകൾ, ചെറിയ ചലനങ്ങൾക്ക് പോലും സ്കാൻ ചെയ്യുന്ന ഉയർന്ന ഉയരത്തിലുള്ള ചാര ഡ്രോണുകൾ. കാലിഫോർണിയ മുതൽ ന്യൂ മെക്സിക്കോ വരെയുള്ള 700 മൈൽ നീളമുള്ള സ്ഥലത്ത് പെട്രോളിംഗ് നടത്തുകയാണ് എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സുകൾ. കാലാകാലങ്ങളായുള്ള ബോർഡർ പെട്രോൾ ഏജന്റുമാരെ മാറ്റി നിർത്തി യുഎസ് സൈന്യം അതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായാണ് വിവരം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിർത്തിയെ ട്രംപ് എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. റൂസ്വെൽറ്റ് റിസർവേഷൻ എന്ന 1100 കിലോമീറ്റർ നീളവും 60 അടി വീതിയുമുള്ള പ്രദേശം ഇപ്പോൾ ഒരു സൈനിക ബേസാണ്. ഇത് മറികടക്കുന്നവർ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദേശീയ സുരക്ഷയെയും സൈനിക സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നത് പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ നേരിടേണ്ടി വരും. ഇതെല്ലാം നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനെക്കുറിച്ചാണെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു. ട്രംപ് അധികാരമേറ്റതിന് ശേഷം അതിർത്തി കടന്നുള്ള പ്രദേശങ്ങൾ ഏകദേശം 70% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ഈ കടുത്ത നടപടി എന്തിന്? വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതെല്ലാം ട്രംപിന്റെ രാഷ്ട്രീയ കളിയാണെന്നാണ്. മിഡ് ടേം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ സൈനിക പ്രദർശനം കൊണ്ട് വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യ ടേമിൽ ട്രംപ് അധികാരത്തിലായിരുന്നപ്പോഴുള്ള കാര്യങ്ങളെ ഇത് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അതേസമയം മെക്സിക്കോയിൽ അലാറം മുഴങ്ങുകയാണ്. ഒരു ഡിപ്ലോമാറ്റിക് മെമ്മോയിൽ അതിർത്തിയിൽ ടാങ്കുകളും സൈനികരും വരുന്നതിനെ മെക്സിക്കോ ആദരവും സഹകരണവും ആവശ്യപ്പെട്ടു. ട്രംപിനിത് ദേശീയ സുരക്ഷയാണെങ്കിൽ വിമർശകർ ഇതിനെ അധികാര ദുരുപയോഗമെന്നാണ് വിളിക്കുന്നത്. ഡ്രോൺ പറക്കുമ്പോഴും സൈനികർ റോന്തു ചുറ്റുമ്പോഴും ഒരു ഒറ്റ ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നതും: ഈ കോട്ട അമേരിക്കയെ സുരക്ഷിതമാക്കുമോ അതോ ഒറ്റപ്പെടലിലേക്ക് തള്ളിവിടുമോ? ട്രംപിന്റെ ഈ അതിർത്തി നാടകം എങ്ങനെ വികസിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.